ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില മാധ്യമ പ്രവർത്തകർക്ക് ഒരു ധാർഷ്ട്യവും ആരോടും എന്തും ചോദിക്കാം, ആർക്കെതിരെയും എന്തും പറയാം എന്നൊക്കെയുള്ള ധാരണയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി ഫ്രാൻസിൽ പോയിരുന്നത്. ഫ്രാൻസിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലേക്ക് പോകുന്നു. നമ്മുടെ നാട്ടിലെ ചില തുക്കട രാഷ്ട്രീയ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും പിന്നെ അങ്ങും ഇങ്ങും ഇല്ലാതെ നിൽക്കുന്ന ചില ഓളികൾക്കും മാത്രമാണ് ഈ രാജ്യത്തിന്റെ വളർച്ചയെ സംബന്ധിച്ച് പാകമായിട്ടുള്ള അറിവുകളില്ലാത്തത്. പക്ഷേ ട്രംപിനറിയാം. അതുകൊണ്ടാണ് ട്രംപ് ലോക നേതാവ് എന്ന് നരേന്ദ്രമോദിയെ വിളിക്കാനുണ്ടായ കാരണം. നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ അംഗീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വട്ടച്ചൊറി ഉണ്ടല്ലോ, അതാണ് അധികം ആളുകൾക്ക്. നമുക്കിഷ്ടമില്ലാത്ത ഒരു ആശയം, ഒരു രാഷ്ട്രീയം, ഒരു മതം ആരും സ്വീകരിക്കരുത്. നമുക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ ആരും അംഗീകരിക്കരുത്. അങ്ങനെ അങ്ങ് നിർബന്ധം പിടിച്ചിട്ട് നമുക്ക് ഒരാളുടെ മേലെ എന്തെങ്കിലും കെട്ടിവെക്കാൻ പറ്റുമോ? ഇതിനകത്ത് എന്തെങ്കിലും വേണ്ടേ? നമ്മളെപ്പോലെ അവരും ഒരു സ്വതന്ത്ര വ്യക്തിയാണ് എന്ന് ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ, ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ ഒരു ബുദ്ധി വേണ്ടേ? എന്നാൽ മാത്രമേ അവർക്കത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്റെ ചിന്താഗതി പോലെ അല്ല അവരുടെ ചിന്താഗതി. അവർക്ക് ഈ രാജ്യം, അവർക്കിഷ്ടമുള്ള ആശയവും ആദർശവും സ്വീകരിക്കാനും നിരാകരിക്കാനും, ഇഷ്ടമുള്ളതിനെ പിന്തുണയ്ക്കാനും ഇഷ്ടമില്ലാത്തതിനെ വിമർശിക്കാനും ഒക്കെ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ആകണം എന്ന് വിചാരിച്ചാൽ ഇവിടെ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാകുന്നു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുക? നമുക്കിഷ്ടമില്ലാത്ത ഒന്നിനെ, ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ, ഇഷ്ടമില്ലാത്ത ഒരു ആശയത്തെ, ആദർശത്തെ, നിലപാടുകളെ, മതത്തെ, ഇതിനെയൊക്കെ കണ്ണടച്ചിട്ടങ്ങ് എതിർക്കുക എന്നത് ശരിയല്ല. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന വസ്തുതകളെ വിമർശിക്കുമ്പോഴും ശരികളെ അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം. ചിലതിൽ ശരികളെ ഉണ്ടാകില്ല എങ്കിൽ അംഗീകരിക്കണ്ട. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ട്രംപിന്റെ മുന്നിൽ വെച്ച് മാധ്യമ പ്രവർത്തകൻ ട്രംപിനെ ഒന്ന് ഉത്തരം മുട്ടിക്കുന്നതിന് വേണ്ടി ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. അതോടുകൂടി ട്രംപ് ഇതൊക്കെ ഇട്ടിട്ട് ഓടുമെന്നാണ് അദ്ദേഹം ധരിച്ചത്. പക്ഷെ തെറ്റിപ്പോയി. നരേന്ദ്രമോദി ഇതൊക്കെ ഇട്ടിട്ട് ഓടുമെന്നാണ് വിചാരിച്ചത്. പേടിച്ച് പതറി, എനിക്കറിയില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ മറുപടി പറയും എന്ന് വിചാരിച്ചെങ്കിലും പതറിയില്ല എന്ന് മാത്രമല്ല, അണ്ണാക്കിൽ പിരിവെട്ടിയ രൂപത്തിൽ ഒരു മറുപടി അങ്ങോട്ട് അടിച്ചു കൊടുത്തു. നോക്കാം. Can I ask whether you discussed at all today the case of Gautam Adani, who's one of the wealthiest men in Asia and perceived as an ally of Prime Minister? ചോദ്യം കേട്ടോണം മാധ്യമ പ്രവർത്തകന്റെ. Thank you, Mr. President. Can I ask whether you discussed at all today the case of Gautam Adani, who's one of the wealthiest men in Asia and perceived as an ally of Prime Minister Modi? Prime Minister Modi, have you asked the President to take action on that case? Thank you. पहली बात है, भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. हर भारतीय को मैं अपना मानता हूं. दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए दो देश के मुखिया न मिलते हैं, न बैठते हैं, न बात करते हैं. മോഡി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്. സിനിമാ താരങ്ങളെയൊക്കെ പോലെ മോഡിയെ ആരാധിക്കുന്നവരുണ്ട്. സ്വയം ഇലോൺ മസ്ക് പോലും പറഞ്ഞിട്ടുണ്ട് താൻ നരേന്ദ്രമോദിയുടെ വലിയൊരു ആരാധകനാണ് എന്ന്. എന്താണ് മോദി ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണം? ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. അതിൽ ഒരു കാരണം മോദിയുടെ ആറ്റിറ്റ്യൂഡാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഇനി ദൈവം തമ്പുരാനായാലും ശരി, നരേന്ദ്രമോദിക്ക് ശരിയെന്ന് തോന്നുന്നത് നരേന്ദ്രമോദി പറയും. ചൊറിയാൻ പോയാ വലിച്ചു കയറി ഒട്ടിക്കും. അതായത് ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ചോദിക്കുന്ന ശൈലി കണ്ടപ്പോ ഇന്ത്യക്കാരനായി തോന്നിയില്ല, അമേരിക്കക്കാരനോ യൂറോപ്യനോ ആയിരിക്കാം. ആ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തില് നിങ്ങളുടെ അതായത് നരേന്ദ്രമോദി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ചോദ്യം വളരെ കെയർഫുൾ ആയിട്ട് കേട്ടു. പിന്നീട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം ഷാർപ്പായി, സീരിയസ് ആയി, അണ്ണാക്കിൽ മറുപടി. ഗൗതം അദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഗൗതം അദാനി എന്നൊരു സാധനം പറഞ്ഞപ്പോൾ തന്നെ മോദിയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കാൻ പാടില്ല എന്നാണ് മോദി വിശ്വസിക്കുന്നത്. അതിന്റെ മറുപടി മോദി പിന്നീട് പറയുന്നുണ്ടേ. അപ്പൊ അദാനിക്കെതിരായിട്ട് ഒരു കേസ് യുഎസിൽ വന്നിട്ടുണ്ട്, ഒരു വിവാദമൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ പ്രസിഡന്റുമായിട്ട് അമേരിക്കയിലെ മനോരമക്കാരനും അതുപോലെ നമ്മുടെ പപ്പുമോന്റെ
ഫ്രണ്ടുമൊക്കെ ആയിരിക്കും, അതല്ലെങ്കിൽ അനുയായി ആയിരിക്കും ചോദിച്ചത്. സംസാരിച്ചോ എന്നതായിരുന്നു ചോദ്യം. നരേന്ദ്രമോദിയുടെ സ്വഭാവം മാറി കളഞ്ഞു. അമേരിക്കയാണ് അല്ലെങ്കിൽ അടുത്ത് വയ്ക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നൊന്നും മോദിക്ക് അപ്പോഴില്ല. അവിടെ നരേന്ദ്രമോദി എന്താണോ പറയേണ്ടത് അത് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം മോദിയുടെ ഉത്തരത്തിൽ അത് ക്ലിയർ ആയിരുന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചോദിച്ചാൽ എന്താണ് തെറ്റ് എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ മോദി പറഞ്ഞ ഉത്തരമാണ് ആ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാതെ അവിടെ ആക്കി കളഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് തന്നെ വസുധൈവ കുടുംബകമാണ്. നമ്മൾ ഈ ലോകത്തെ മുഴുവൻ ഒരു പരിവാറായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ടാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ഭാരതീയരും ഒരുപോലെയാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ലോകത്തെ രണ്ട് നേതാക്കൾ കാണാറില്ല, ഇരിക്കാറില്ല, സംസാരിക്കാറില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ആ മറുപടിയിൽ മോദിയുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ആ ചോദ്യം ചോദിച്ച മനുഷ്യർ അവിടെ ഇരുന്ന് ഉരുകി തീർന്നിട്ടുണ്ടാവും. കാരണം ആ ചോദ്യം അസ്ഥാനത്താണ്. ചിലപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇതൊരു പ്രശ്നമായിരിക്കില്ല. അമേരിക്കയിൽ ഈ പറയുന്ന പോലെ ഇലോൺ മസ്ക് ട്രംപിന്റെ കൂടെ നടക്കുന്നുണ്ട്, ആരും ചോദിക്കില്ല. അവിടെ മുതലാളിമാരാണ് രാജ്യം ഭരിക്കുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല. ഇപ്പോ ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ നരേന്ദ്രമോദി അദാനി ബന്ധത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് വാചാലരാകുന്നവര് സിംഹത്തിന്റെ മടയിൽ ചെന്നിട്ടാണ് അവരുടെ മാധ്യമ പ്രവർത്തകന്റെ അണ്ണാക്കിൽ കയറി ഒട്ടിച്ചു കൊടുത്തത് നരേന്ദ്രമോദി. ആരെയും ഭയക്കാതെ എവിടെയാണ് താൻ നിൽക്കുന്നതെന്ന് എന്ന നല്ല ബോധ്യത്തോടു കൂടി തന്നെ പറയേണ്ടുന്ന രൂപത്തിൽ മർമ്മപ്രധാനമായി മാത്രം പറഞ്ഞു വെച്ചു നരേന്ദ്രമോദി. ഇലോൺ മസ്ക് ട്രംപിനെ കുറിച്ച് അല്ലെങ്കിൽ ഇലോൺ മസ്ക് ട്രംപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതുപോലെ സംസാരിക്കില്ല. അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും അവിടെയുള്ള ബിസിനസ്സുകാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മിണ്ടില്ല. റഷ്യൻ പ്രസിഡന്റ് പുടിനും അദ്ദേഹത്തിന്റെ ബിസിനസ് സുഹൃത്തുക്കളെ കുറിച്ച് മിണ്ടില്ല. എന്നാൽ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ സുഹൃത്താണ് അല്ലെങ്കിൽ പരിചയക്കാരനാണ് എന്നതുകൊണ്ട് അദാനിക്കെതിരെ നിരന്തരമായിട്ട് മാധ്യമങ്ങളടക്കം ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അല്ലെങ്കിൽ വഴിവിട്ട് മോദി സഹായിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ നരേന്ദ്രമോദിയുടെ അടുത്ത് ഈ വക പരിപാടിയൊന്നും ചിലവാകില്ല. സത്യത്തിൽ മോദി ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് ഒരു മാധ്യമ പ്രവർത്തക, ഒരു ബ്രിട്ടീഷുകാരി ഈ നരേന്ദ്രമോദിയുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ മനുഷ്യാവകാശത്തെ കുറിച്ച് നിങ്ങൾ ബ്രിട്ടീഷുകാർ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഇന്ത്യക്കാർക്ക് അത് നന്നായിട്ട് അറിയാം, നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ മോദിയുടെ ഒരു മറുപടി ഉണ്ട്. അത് എക്കാലത്തെയും മികച്ച മറുപടികളിൽ ഒന്നാണ്. ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ എന്ന് പറയും പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പൊ ഇങ്ങനെ മോദിയുടെ കലക്കൻ മറുപടികൾ, എതിർഭാഗത്ത് നിൽക്കുന്ന ആളുടെ നെഞ്ച് പിളർന്നു പോകുന്ന മറുപടികളുണ്ട്. അതുപോലെയാണ് ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യം പറയാനല്ല ഞാൻ ഇവിടെ വന്ന് ട്രംപിനെ കാണുന്നത്. ഞാൻ വേറൊരു കാര്യമുണ്ട്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ വിളിച്ചെങ്കിൽ അത് നരേന്ദ്രമോദിയാണ്. ഒന്ന്, തന്റെ രാജ്യത്തേക്കൊരു രാജ്യത്തിന്റെ ഭരണകർത്താക്കളിൽ ആരെയെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ക്ഷണിച്ചത്. മാധ്യമ പ്രവർത്തകർ അത് ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല. 45 കോടി ജനങ്ങളുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട്, നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞതുപോലെയാണ് നരേന്ദ്രമോദിയുടെ മറുപടി. അതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം, ട്രംപ് തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് മോദി ഇത് പറയുന്നത്. ഇത് നരേന്ദ്രമോദിയുടെ കോൺഫിഡൻസ് മാത്രമല്ല കാണിക്കുന്നത്, മോദിയുടെ പവറാണ്. മോദി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആള്. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റൂ. വേറൊരാൾ അമേരിക്ക തന്നെയുമല്ല, അടുത്ത് നിൽക്കുന്നത് ട്രംപാണ്, നിൽക്കുന്നത് അമേരിക്കയിലാണ്. അവരുടെ ക്ഷണപ്രകാരം വന്ന ഒരു അതിഥിയാണ് നരേന്ദ്രമോദി. മാധ്യമപ്രവർത്തകൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. സരസമായി ലളിതമായി ചിരിച്ചുകൊണ്ട് നിന്ന നരേന്ദ്രമോദിയുടെ മുഖം പെട്ടെന്ന് സീരിയസ് ആയപ്പോൾ തന്നെ ട്രംപ് മാധ്യമപ്രവർത്തകനെ ഒന്ന് നോക്കി, നിനക്ക് ഞാൻ ഉന്നി വെച്ചിട്ടുണ്ട് കേട്ടോടാന്ന്. എന്നിരുന്നാലും ആ ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞില്ല. ചോദ്യം ശരിയല്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് കൃത്യമായി മറുപടി അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം, ഏത് ചോദ്യത്തെയും നേരിടാനുള്ള പവർ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നു. ഒരു ട്രാൻസ്ലേറ്ററുടെയും ആവശ്യം വന്നില്ല. അദ്ദേഹത്തിന് ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കി സ്വന്തം ഭാഷയിൽ തന്നെ മറുപടി പറയാൻ കാണിച്ച ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിനിരിക്കട്ടെ. ബിഗ് സല്യൂട്ട്. നന്ദി.